അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഫൈസൽ മുഹമ്മദ് കൊളാടി. ഈ വീഡിയോയിൽ ഒരു വോയിസാണുള്ളത്. ഇത് LCHFനെ കുറിച്ചുള്ള വോയിസാണ്. LCHF വളരെ ഉപകാരപ്രദമായ ഒരു ഡയറ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിലുള്ള ചില ചർച്ചകളും വളരെ ഇമ്പോർട്ടൻ്റായി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ചില ചർച്ചകൾ ഞാൻ എൻ്റെ വോയിസിൽ അത് സൂക്ഷിക്കുകയാണ്. പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ഷുഗർ, ഇതാണ് നമ്മൾ നേരിടുന്ന മെയിൻ അസുഖങ്ങൾ. മാരക രോഗമെന്ന് പറയപ്പെടുന്നില്ല എങ്കിലും ഷുഗറും കൊളസ്ട്രോളൊക്കെ മാരക രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അത് ഒരുപാട് ആളുകൾക്ക് ഈ ഡയറ്റ് ഉപയോഗിച്ച് എന്നേക്കുമായിട്ട് ഈ അസുഖത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ വോയിസിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അതുപോലെ ഈ LCHF ഡയറ്റിന് നമ്മളെ ഈ എന്താ പറയുക, ക്ലിനിക്കലായിട്ടുള്ള യൂസിന് പുറമെ കുറച്ച് കോസ്മെറ്റിക് ആയിട്ടുള്ള യൂസുകളുണ്ട്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മളെ സ്കിന്നിൻ്റെ നമ്മളെ ഈ ഫാറ്റ്, എന്താ പറയുക, സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഈ സ്കിന്നിൻ്റെ ടോൺ തന്നെ മാറും. ഇപ്പോൾ മുഖമൊക്കെ ഭയങ്കര ഗ്ലോസി ആയിരിക്കും, അല്ല നമ്മൾ ഒരു എന്താ പറയുക, മുഖമൊക്കെ ഭയങ്കര തിളങ്ങുന്ന രീതിയിലായിരിക്കും. ഭയങ്കര ഈ റിജുവനേഷൻ നടക്കും സൂപ്പർഫിഷ്യൽ സ്കിന്നിലൊക്കെ. അതിന് ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള അതുണ്ട്, കാണാൻ ഭയങ്കര ചന്തമായിരിക്കും. മുഖമൊക്കെ തുടുത്തിട്ടൊക്കെ നിൽക്കും. അതുപോലെ കൈയൊക്കെ മെലിഞ്ഞ ആൾക്കാർ, പ്രത്യേകിച്ചും ടൈപ്പ് 1 ഡയബറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ മെലിഞ്ഞ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പോലും സ്കിന്നൊക്കെ കുറച്ച് നല്ല ഇതായിരിക്കും. ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് നിൽക്കുന്നതിന് പകരം കുറച്ച് നിറഞ്ഞു നിൽക്കുന്ന പോലെ, തൊടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. ഇതും തന്നെ വിദേശ രാജ്യങ്ങളിലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ മകന് ഒരു 2 വർഷം മുന്നേ തുടങ്ങിയ ഒരു എക്സിമ ഉണ്ട്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. സ്കിന്നിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആയി പിന്നെ അത് വ്രണമായിട്ട് മാറുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ എലിസബത്ത്, അവരിപ്പോൾ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലുള്ളത്, തിരുവല്ല. അപ്പോൾ അവരോട് ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു പ്രാവശ്യം അവരെ യാദൃശ്ചികമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ ഡ്രൈ സ്കിന്നുള്ള പേഷ്യൻസിന് ഉണ്ടാകുന്ന അസുഖമാണ്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കൊണ്ട് വെണ്ണ കുടിപ്പിക്കുക, വെളിച്ചെണ്ണ കുടിപ്പിക്കുക. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിൽ കൂടെ നല്ല ഫാറ്റ് കൊടുക്കുക. അത് സ്കിന്നിലെത്തുകയും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. സ്കിന്നൊക്കെ ഭയങ്കര, എൻ്റെ മോൻ എന്തായാലും വെണ്ണ ഒന്നും കുടിക്കില്ല, പക്ഷെ വീട്ടിൽ ഉമ്മ പാല് മോര് കടയുമ്പോൾ വാങ്ങി കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക മെക്കാനിസമാണ് ഇവിടെ നമ്മളെ ശരീരത്തിൽ കിട്ടുന്നത്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവരോടും ചോദിച്ചാൽ അറിയാം, നമ്മൾ ആള് തടി കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തിനൊന്നും ഒരു ക്ഷീണം ഉണ്ടാവില്ല. മാത്രമല്ല തിളങ്ങണ മുഖമായിരിക്കും. നമ്മളൊന്ന് കുറച്ചും കൂടി വെളുത്ത് കൊടുക്കും കൈയും മുഖമൊക്കെ. നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യുക നമ്മളെ സെൻട്രൽ മിഡ് സെക്ഷൻ എന്നാണ്. അതായത് അരക്കെട്ട് ഭാഗത്ത് നിന്ന്, വയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പൃഷ്ഠഭാഗത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റാണ് ബേൺ ചെയ്യുക. അതേസമയം കഴിക്കുന്ന ഫാറ്റ് നേരെ പോവുക സ്കിന്നിൻ്റെ തൊലിപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളും പിന്നെ എന്താ പറയുക, അറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ പിന്നെ വെസ്റ്റേൺ ഡോക്ടേഴ്സ് ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മൾ അത് അനുഭവിക്കുന്നു. നമ്മളതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും ആരും അന്വേഷിക്കാറില്ല. നല്ല ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം ഡെർമറ്റോളജിസ്റ്റുകൾ, വളരെ എന്താ പറയുക നല്ല എത്തിക്സ് ഉള്ള ആൾക്കാരും ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു അസുഖമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് ഈ ഡെർമറ്റൈറ്റിസ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിന് ചുറ്റുപാടുള്ള ഡാർക്ക്നെസ്, കണ്ണിന് താഴെയുള്ള ഡാർക്ക്നെസ്, ഇതൊക്കെ ഒരു ഓയിൻമെൻറ്റ് തേച്ചാലും ഒരു ക്രീം തേച്ചാലും അല്ലെങ്കിൽ എത്ര സ്റ്റീറോയിഡ് തേച്ചാലും പോകാത്ത സാധനങ്ങളാണ്. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പിഗ്മെൻറ്റേഷൻ റിവേഴ്സ് ചെയ്യാൻ ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വെയിറ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിഗ്മെൻറ്റേഷൻ പോകും. അതുപോലെ ഈ ക്യാൻഡ് ബീവറേജിൻ്റെ കൂടെ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് ബ്രെഡുകൾ.
ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബണ്ണ്, ബ്രെഡ് അങ്ങനത്തതൊക്കെ. അപ്പോൾ ഈവൻ നമ്മൾ LCH ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരിക്കലും അത് നമ്മൾ എന്താ പറയുക, അത് സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാൻ ചിലർ ശ്രമിക്കും. അതായത് ഇറച്ചിയും പിന്നെ എന്താ പറയുക നമ്മളെ സാലഡും കൂടി മിക്സ് ചെയ്തിട്ട് സാൻഡ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ അപകടം ഈ ബ്രെഡ് ലോഫോളാണ്. അത് ഈ പറഞ്ഞ ഒരു എനർജി മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് ആണ്, 0% ഡയറ്ററി ഫൈബർ ഉള്ള സാധനമാണ്. അപ്പം അത് ഒരു ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു 2 ബ്രെഡിൻ്റെ ലീഫ് ലോഫോള്, 2 ബ്രെഡിൻ്റെ കഷ്ണം ഒരു 200 to 400 കാലറി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഫാറ്റൊക്കെ കൂടുതൽ കഴിക്കുന്നൊക്കെ പറയുകയാണെങ്കിലും ബ്രെഡ് പൊരിച്ച് കഴിക്കുക, ടോസ്റ്റ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആക്കി കഴിക്കുക. അപ്പോൾ ഈ ബ്രെഡ് പാർട്ട് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ വയറ് നിറയാനും എനർജി കിട്ടാനുമാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഫാറ്റ് കഴിച്ചാൽ എനർജി കിട്ടും, വയറ് നിറഞ്ഞെന്നുള്ള ഫീലിംഗ് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. സാറ്റിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഈ സാറ്റിറ്റി പെട്ടെന്ന് കിട്ടാനുള്ള കാരണം ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ആ ഹോർമോണ് കാർബോഹൈഡ്രേറ്റിന് സെൻസിറ്റീവ് അല്ല. നമ്മൾ എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞുള്ള ഫീലിംഗ് തോന്നൂല. നേരെ മറിച്ച് നമ്മളെ ഹൈ ഫാറ്റ് ഡയറ്റിൽ പെട്ടെന്ന് ആ ലെപ്റ്റിൻ ഹോർമോണ് സെക്രീറ്റ് ചെയ്യപ്പെടും. തൽഫലമായിട്ട് നമ്മൾ ഭക്ഷണം വയറ് നിറഞ്ഞോ എന്നുള്ള ഫീലിംഗ് തോന്നും, ഭക്ഷണം നിർത്തും ചെയ്യും. രണ്ട് ദിവസം നമ്മളതിനെ എന്താ പറയാ, ഈ LCHF പുറത്തു പോയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. മിക്കവാറും ഓൾമോസ്റ്റ് ഇതിലുള്ള എല്ലാ ആൾക്കാരും ഈ നോമ്പിന് അതിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും. 100% LCHF ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇത് ഒരു ചികിത്സാ രീതി എന്ന് കാണുന്നതിന് അപ്പുറത്തത് ഒരു ജീവിത രീതിയായിട്ട് കണ്ടാൽ മതി. ഇന്നൊരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, 2 ദിവസം യാത്ര ചെയ്യാണ്, നമുക്ക് എല്ലായ്പ്പോഴും ഈ LCHF പാറ്റേണിലുള്ള ഫുഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, നമ്മൾ മാക്സിമം അതിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക. വല്ല ബഫെ ലഞ്ച് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുള്ള സാലഡുകളും ഇറച്ചികളും ഒക്കെ. പിന്നെ സ്ട്രിക്റ്റായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡ് ബീവറേജുകളാണ്. അതായത് എനർജി ഡ്രിങ്കുകൾ, കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങൾ. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് കൊക്കക്കോള, പെപ്സിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാൻഡ് ഡ്രിങ്കൊക്കെ കുറച്ച് നിലത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് തുടക്കാൻ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേക്കാണ്, അവിടെ ഒരു പശപ്പ് പോലെ ആയിരിക്കും. ഒരിക്കലും ലിക്വിഡായിട്ടല്ല ഉണ്ടാവുക, പൊട്ടിപ്പിടിച്ച സാധനം. കാരണം അതിൽ ആ കുപ്പിയിലുള്ള സാധനത്തിൽ ഒരു 50% കൂടുതൽ പഞ്ചസാര മാത്രമാണ്, പ്ലെയിൻ സിറപ്പാണ്. അതിലാണ് കാർബണേറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കി ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഇത്തരം സാധനങ്ങളാണ്. പിന്നെ ചോറൊക്കെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചോറിനേക്കാളും കൂടുതൽ ഉപ്പേരി, സാലഡുകൾ അതൊക്കെ കഴിക്കുക. പിന്നെ ഇതൊരു ജീവിത രീതിയായിട്ട് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, വെസ്റ്റ് ഇൻഡീസ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ഡേ കൊടുക്കും, ഒരു സാറ്റർഡേ ഓഫ് ഡേ. അന്ന് അവർ ഇപ്പോൾ വെസ്റ്റേണേഴ്സ് തന്നെ ലിക്കർ കഴിക്കുന്നവരാണെങ്കിൽ ലിക്കർ കഴിക്കും, ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ ഒന്നും കഴിക്കാതെ അത് അഡ്ഹിയർ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇൻസുലിനും അല്ലെങ്കിൽ പ്രമേഹം, പ്രഷറിന് വേറെ ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരാണ്. അവരെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവരിത് കാണുന്നത്. നേരെ മറിച്ച് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളവർ പറഞ്ഞാൽ അവരെ ഈറ്റിംഗ് ഹാബിറ്റാണിത്. ജസ്റ്റ് അവർ ഈറ്റ് ഔട്ട്, പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പം വല്ല ബർഗറോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചെന്നിരിക്കും. പിന്നെ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ഡയറ്റ് ചെയ്തിട്ട് ഒരു മാസത്തോളം ഡയറ്റ് ചെയ്ത് നല്ല റിസൾട്ടായി. 2 ദിവസം ഫുഡ് കഴിക്കേണ്ടി വന്നു, അല്ലാത്ത നിർബന്ധപ്രകാരം. നമ്മൾ വീണ്ടും ആ ഡയറ്റ് തുടർന്നത് കൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ?
ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്താണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ളത്? ഇപ്പോൾ കോക്ക്, ഡയറ്റ് കോക്ക്, കോള എന്ന് പറഞ്ഞിട്ട് കാണാം. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ശരിക്കും ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷുഗർ ഫ്രീ ആക്കാനൊരു സാധനമുണ്ട്. എന്താ പറയാ, പഞ്ചസാരയിൽ ഇടാൻ പറ്റും, മധുരം മാത്രം തരുന്ന എന്നാൽ കാലറി ഇല്ലാത്തൊരു സാധനം, സ്റ്റീവിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ലോങ് ടേമിൽ ഭയങ്കര പ്രശ്നങ്ങളുള്ള സാധനങ്ങളാണ് ഞാൻ അറിയുന്നിടത്തോളം. നമുക്ക് ഈ മധുരം എന്നുള്ള സാധനത്തിനുള്ള അഡിക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്നത് നമ്മളൊരു എനർജി സോഴ്സ് ആയിട്ടാണല്ലോ. അത് ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കാതിരുന്നാൽ മതി. വേറെ ഉള്ളതാവട്ടെ. ഷുഗർ ഫ്രീ സിറപ്പ്, കഫ് സിറപ്പ് ഉണ്ട് ഷുഗർ ഫ്രീ. അതിപ്പോൾ കഫ് വരുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആയ ആൾക്കാർ ഷുഗർ ഫ്രീ കുടിക്കണം. നിങ്ങൾ പറഞ്ഞത് നമ്മളെ ശീലങ്ങൾ പെട്ടെന്ന് മാറ്റി, ഭക്ഷണശീലം പെട്ടെന്ന് മാറ്റി, നമ്മളെ കൺവെൻഷനിൽ നമ്മളെ ചിന്താഗതികൾ പെട്ടെന്ന് മാറ്റി, നമ്മളിതുവരെയും കേൾക്കാത്തൊരു പുതിയ തത്വം ഭക്ഷണശീലമായിട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയ സൈക്കോളജിക്കൽ നമ്മൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നമ്മളെ ചിന്തയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാരണമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷെ സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് നമ്മളെ ഈ അൾഷിമേഴ്സ് ഇല്ല, മറവി രോഗം, അതിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് LCHF ഡയറ്റ്. അതായത് ലോങ് ടേം ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഇൻസുലിൻ അടിച്ചാലോ ഇത് ഈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മളെ മറവി രോഗം കൂട്ടുന്നതാണ് ശാസ്ത്രം. അതായത് സാധാരണ 60-70 വയസ്സിൽ നമ്മൾ ജരാനരകൾ ബാധിച്ച് പ്രായമായി ഓർമ്മക്കുറവ് ഉണ്ടാവേണ്ട കാര്യം ഒരു 50 വയസ്സിന് ശേഷം തന്നെ തുടങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അതിന്റെ ഒരു കാരണം ഈ ഇൻസുലിൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണ രീതിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെതിരെ ഈ LCHF ഡയറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് അത് നമ്മളെ ഓർമ്മകളെ നിലനിർത്തുന്നതാണ് ശാസ്ത്രം. അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഡയറ്റാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനോട് ശരീരം അല്ലെങ്കിൽ മനസ്സ് അത് സ്വീകരിക്കാനുള്ള ഒരു ടൈം എന്തായാലും എടുക്കും. അതർവൈസ് ഒരു കുഴപ്പമില്ല. ഇതൊരു ഒരു തോന്നല് മാത്രമാണ് ഓർമ്മക്കുറവ്. അതൊരു ട്രാൻസിയന്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ എല്ലാവരും പറയും, ഞാനും പറയും, ഈ LCHF ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉറങ്ങി തൂങ്ങൂലേ, ആ ഒരു സാധനം ഉറക്കത്തൂക്കം, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങി വീഴാൻ നിൽക്കും. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒരു ഉച്ചമയക്കം വളരെ പതിവാണ്. കാരണം നമ്മൾ ഈ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്. നേരെ കുറച്ച് അതിന് പകരം കുറച്ച് സാലഡും 2 കഷ്ണം ഇറച്ചിയും തിന്നുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ അത് നമ്മളെ ഡെയിലിയുള്ള ശീലത്തിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതും അക്സെപ്റ്റ് ചെയ്യാൻ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുക്കും. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, വൈബ്രന്റ് ആയിരിക്കും. പിന്നെ ഇതിലെ ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറഞ്ഞ സാധനം ഇതേപോലെ തന്നെയാണ്. കോഫി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിരിക്കും, ഉഷാറായിരിക്കും. കോഫി കുറച്ച് ഇട്ടാലും മതി, അതിനു വേണ്ടി കുറെ പൊടിയൊന്നും ഇടണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളെ സൗത്ത് ഇന്ത്യക്കാരാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ തമിഴ്നാട്ടില് അല്ലെങ്കിൽ നമ്മളെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഒരുപാട് തടിച്ച ആൾക്കാരെ കാണാൻ പറ്റും. അവര് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും ആൾക്കാര്. തമിഴ്നാടാണ്. ഞാൻ 6 വർഷം ഈറോഡാണ് പഠിച്ചത്. അപ്പൊ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര തടിച്ചിട്ട് ഭയങ്കര വയറൊക്കെ ചാടി ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും, എന്താണ് ഇവർക്ക് ഇങ്ങനെ രൂപം. നമ്മളെ നാട്ടിലെ ഗൾഫുകാർ പോലും അതിന്റെ അടുത്ത് എത്തൂല, അമ്മാരി തടിയ. അപ്പൊ എൻ്റെ ഒരു നിഗമനം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ ദോശ 2 നേരത്തിൽ കൂടുതൽ ദോശ കഴിക്കും. അപ്പൊ ദോശന്റെ കല്ലുമ്മ അവർ എണ്ണ പുരട്ടുന്നത് ഈ കടലെണ്ണ, എള്ളെണ്ണ വെളിച്ചെണ്ണ, കടലെണ്ണയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ എണ്ണന്റെ ഒരു പ്രശ്നമായിരിക്കും. പിന്നീടാണ് ഞാൻ ഈ ഡയബറ്റീസ്
ഒരു ഇന്ത്യൻ പ്രിവലൻസ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്ന ഓൾ സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആൾട്ടേർഡ് ലിപിഡ് പ്രൊഫൈലുള്ള ആൾക്കാർ വരുന്നത്. അതായത് ഇന്ത്യയിലെ മൊത്തം 13% ആൾക്കാരുള്ളപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അത് 18 അല്ലെങ്കിൽ 18.16-18 പെർസെൻറ്റേജ് കാണിക്കുന്നത്. അപ്പം ഞാനാദ്യം വിചാരിച്ച നമ്മൾ കേരളം കുറച്ചും കൂടിയൊക്കെ ഒരു അഭിവൃദ്ധിയുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻകം ബേസ്ഡ് ആയിരിക്കും അതെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ എന്താ പറയുക, തമിഴ്നാട്ടിലെ ഡെവലപ്ഡ് അല്ലാത്ത ഡിസ്ട്രിക്റ്റുകളിൽ പോലും നല്ല ഹൈ പ്രിവലൻസ് ആണ്. അപ്പോൾ ഹബീബ് സാറിൻ്റെ സ്പീച്ച് കേട്ടോട് കൂടിയിട്ടാണ് ഇതൊക്കെ ഞാൻ കോറിലേറ്റ് ചെയ്തത്. കാരണം നമ്മൾ എന്താ പറയുക, കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിൻ്റെ വില്ലൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാനുള്ള അത് നമുക്ക് ക്ലിക്കാവില്ല, എന്താണെന്നുള്ളതിൻ്റെ ലോജിക്ക് ക്ലിക്കാവില്ല. ഹബീബ് സാർ വളരെ സരസമായിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഹബീബ് സാറിൻ്റെ പ്രസംഗം കേട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗിൻ്റെ വാക്കുകൾ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം പുള്ളി ഒരു മെഡിക്കൽ ഡോക്ടറാണ്, MD ഫാർമക്കോളജി ക്വാളിഫൈഡ് ആണ്. ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒബേസിറ്റി ഉള്ള പേഷ്യൻസിനെ ഒരു 15-20 പേഷ്യൻസ് ഉണ്ട് സാറിന് സ്ഥിരമായിട്ട്. സാർ എല്ലാ 2 ആഴ്ച നാട്ടിൽ പോകുന്നതാണ്, അപ്പോൾ ഇവരെ വിസിറ്റിന് വരും. അപ്പോൾ സാറിൻ്റെ വാക്കുകൾ പോലും ഞാൻ അതിന് ശേഷമാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് വീണ്ടും ആ ഡോക്ടർ റോബർട്ട് ലെസ്റ്റഗിൻ്റെ സ്പീച്ച് ഒന്നും കൂടി കേട്ടു നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം വെർഷനാണ് ഹബീബ് സാർ. എന്തായാലും പിന്നെ എൻ്റെ ഒരു നിരീക്ഷണം, കുറച്ചൊരു കൗതുകത്തോടുള്ള ഒരു നിരീക്ഷണം ഞങ്ങളോട് പങ്കുവെക്കാം. അതായത് നമ്മളിവിടെ ഹബീബ് സാറിൻ്റെ ക്ലാസ്സൊക്കെ തകൃതിയായി എന്താ പറയുക, യൂട്യൂബും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ കേട്ട് ഒരു അവയർനെസ് ഒക്കെ ആയി വരും. ഹബീബ് സാറ് മിക്കവാറും ഹിന്ദി പഠിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ കേരളത്തിൽ ജോലിക്ക് വരുന്ന ബംഗാളികൾ നമ്മളെ കേരളക്കാരെ ഈറ്റിംഗ് ഹാബിറ്റാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൾഫിൽ പോയി മലയാളി അല്ലെങ്കിൽ നമ്മളെ കേരളക്കാരെ ഭക്ഷണ സംസ്കാരം മാറിയതുപോലെ അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ശേഷം ഈ നമ്മളെ നാട്ടിൽ വരുന്ന കൂലി പണിക്ക് വരുന്ന അന്യ സംസ്ഥാനക്കാർ അവരാണ് ഇനി എന്താ പറയുക ഈ അടുത്ത ഒരു എക്സ്റ്റൻഷൻ, നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോത്തിന്റെ അടുത്ത സ്പ്രെഡിങ് അങ്ങോട്ടായിരിക്കും, ആ ഭാഗത്തേക്ക്. കോഫിനെ കുറിച്ച് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. കോഫിക്ക് ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി, ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫാറ്റ് എനർജി സപ്ലിമെന്റേഷൻ, ഫാറ്റ് ബട്ടർ ആയിക്കോട്ടെ, വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയിക്കോട്ടെ, അതിന് പുറമെ കഫീന് അതിൽ ഒഴിക്കില്ല. കാപ്പിപ്പൊടിക്കൊരു ഗുണമേന്മയുണ്ട്. കാപ്പിപ്പൊടി എല്ലാവരും വിചാരിക്കുന്ന പോലെ കാപ്പിപ്പൊടിയിൽ ഒരു കീടനാശിനി ഇല്ല, ഒരു പെസ്റ്റിസൈഡും ഇല്ല. കാപ്പി കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം കോഫി കുരു പൊട്ടിച്ചിട്ട് അതിനകത്താണ് ബീൻസ് ഉള്ളത്, അതിനകത്താണ് കാപ്പി കുരുവിന് അകത്ത പ്രൊട്ടക്റ്റഡ് ആണ്. അത് എന്ത് പെസ്റ്റിസൈഡ് ഇട്ടാലും അതിനകത്തേക്ക് കയറില്ല. ഈ തേയിലാണ് ഇങ്ങനെ ശരിക്കും ഡയറക്റ്റ് പെസ്റ്റിസൈഡ് എക്സ്പോഷർ ഉള്ളത്. അത് വാഷ് ചെയ്യാതെയാണ് പ്രോസസ് ചെയ്യുന്നത്. കോഫി തേയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സുപ്പീരിയർ ആണ് ആ ആസ്പെക്റ്റിൽ. പ്ലസ് നമ്മൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഹെഡ് ഏക്ക് വരാനുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മളെ ശീലങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയല്ലേ, നമ്മളെ എന്താ പറയുക ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഒരു ഭയങ്കര തലവേദന വരും. അതിന് ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി സൂപ്പറാണ്. പ്രത്യേകിച്ചും ഒന്ന് കട്ടി കൂട്ടി ഒന്ന് സ്ട്രോങ് ആക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് നെസ്കഫേ ആണ്. അതിൻ്റെ ഒരു എന്താ പറയുക അരോമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല നാടൻ കാപ്പിപ്പൊടി കിട്ടും. വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. പോയി കഴിഞ്ഞാൽ വയനാട് ആ ഭാഗത്തുള്ളവർക്കൊക്കെ കിട്ടും നാടൻ കാപ്പിപ്പൊടി. അതിനേക്കാളും കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടാവും. ഇതാണ് കാപ്പി ആ അത്തരത്തിൽ ഭയങ്കര കഫീൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു തലവേദന വരുന്നതിനെ അത് മാസ്ക് ചെയ്യും. ഈ യൂറിക് ആസിഡിന്റെ കാര്യം ഭയങ്കര രസകരമാണ്. സാധാരണ നമ്മളെ ഒരു മിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോട്ടീനുള്ള ഫുഡ്, ബീഫ്, മുട്ട ഒക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് യൂറിക് ആസിഡ് കൂടുക എന്നാണ് എല്ലാവരും പറയാ. യൂറിക് ആസിഡ് കൂടും ചെയ്യും, പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡ് കൂടെ ഫ്രൂട്ട്സ് കഴിച്ചാലാണ്. ഫ്രക്ടോസും യൂറിക് ആസിഡും കൂടി ഭയങ്കര ബന്ധമുണ്ട്. ഭയങ്കര ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധം.
ഫിറോസ്, നമ്മൾ ഈ സീസണൽ ഫ്രൂട്ട്സ് അല്ലാതെ ഇപ്പം നമ്മൾ എന്താ പറയുക വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കുറേ തിന്നുന്നൊരു ശീലമുണ്ടല്ലോ. അത് ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. ഞാനൊരു 82 കിലോ ഉണ്ടായിരുന്ന ആൾ 96 എത്താൻ കാരണം ഫ്രൂട്ട്സാണ്. ഞാൻ നേരത്തെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സ് ഈ എന്താ നാരുള്ള പഴങ്ങൾ കഴിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഫ്രൂട്ട്സിന് അങ്ങനെ എന്താ 1/2 കിലോ ഒക്കെ ഒറ്റയടിക്കും തിന്നോ. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രക്ടോസ് ഇൻഡ്യൂസ്ഡ് മെറ്റബോളിക് സിൻഡ്രോം ആണ് എൻ്റെ അടുത്ത് ഉണ്ടായതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. 96 കിലോഗ്രാം എത്തിയപ്പോൾ യൂറിക് ആസിഡ് ഒക്കെ 6.8, 7, 7.4 ഒക്കെയാണ്. ആ ഒരു റേഞ്ച് വലിയ പ്രശ്നമൊന്നുമില്ല സാധാരണ അതിൽ. പക്ഷെ അത് ഈ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് പരൽ രൂപത്തിൽ ജോയിൻറ്റിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ എന്താ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്, നമ്മുടെ ജോയിൻ്റൊക്കെ തേയ്മാനം സംഭവിച്ചു പോയി, ട്രീറ്റ്മെൻ്റ് ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ആ ലെവലെത്തുന്നതിൻ്റെ മുന്നേ ഞാൻ തിരിച്ച് ചിന്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അതിന് യൂറിക് ആസിഡിൻ്റെ ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇളം ചുടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട്, പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3-4 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പിട്ട് കുടിക്കുക. അത് ഇതിനൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിൽ വൈറ്റമിൻ സി ചെറുനാരങ്ങയിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് യൂറിക് ആസിഡിൻ്റെ പിന്നെ എന്താ പറയുക അലോപ്പതി വൈദ്യശാസ്ത്രം വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. വൈറ്റമിൻ സി യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസിന് ചില നല്ല ഫിക്ഷൻസ് ഒക്കെ കൊടുക്കും. ഈ ആലോപീരിനോളൊക്കെ കൊടുക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ വേദനാ സംഹാരികളൊക്കെ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു ശ്രമം നടത്തി വെക്കുന്ന ഡോക്ടേഴ്സൊക്കെ വൈറ്റമിൻ സി വെച്ച് കൊടുക്കും. അപ്പോൾ ആ വൈറ്റമിൻ സി നമ്മൾ ചെറുനാരങ്ങ വെള്ളത്തിൽ ഇഷ്ടംപോലെ കിട്ടും. പ്ലസ് ഉപ്പിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക പിന്നെ ഈ നമ്മളെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഭയങ്കര എക്സസീവായിട്ട് യൂറിനേഷൻ ഉണ്ടാവും. ഭയങ്കര യൂറിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂറിനേഷനായിരിക്കും. നമ്മളൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ കുടിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം പുറത്ത് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇവിടുന്നാണെന്ന്. ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വാട്ടർ റിട്ടൻഷനാണ്. അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അതിൽ കുറേ സോഡിയം പൊട്ടാസ്യം ഒക്കെ പോകും. അപ്പോൾ ഈ ലെമണിൽ ഉപ്പിൻ്റെ പുറമെ ലെമണിലുള്ള കുറേ മിനറൽസൊക്കെ ശരീരത്തിൽ കയറും. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്. പ്ലസ് ഈ വൈറ്റമിൻ സി യൂറിക് ആസിഡിനെ ഭയങ്കരമായിട്ട് കുറക്കാൻ സഹായിക്കും. ശരിയാണ് സാറ്. ഈ ഫ്രക്ടോസിന്റെ ഇതുകൊണ്ട് തന്നെയാണ് ഈ യൂറിക് ആസിഡ് കൂടുന്നതിൽ എന്നോട് വേറൊരു ഡോക്ടർ പറഞ്ഞിരുന്നു. എൻ്റെ കാർഡിയോളജിസ്റ്റ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഗൾഫിലുള്ള ആളല്ലേ, ഈന്തപ്പഴം നന്നായിട്ട് കഴിച്ചോളൂ, നേന്ത്രപ്പഴം ഇടയ്ക്ക് കഴിച്ചോളൂ, അത് ഈ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഇതൊക്കെ നല്ലതാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ പറഞ്ഞു. ഞാൻ ആ ഒരു അഡ്വൈസിൻ്റെ പേരിലാണ് ഞാൻ നേന്ത്രപ്പഴമൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് വെച്ച് ധാരാളം കഴിക്കാറുണ്ട്. അങ്ങനെയായിരിക്കും എനിക്ക് ഈ യൂറിക് ആസിഡ് ഇങ്ങനെ ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഈ മെറ്റാബോളിസത്തിൻ്റെ ഒരു ഇതനുസരിച്ച് ഇത്രയും ബോഡി വഷളാവാനുള്ള ഒരു കാരണം. പക്ഷെ ആ പറഞ്ഞത് കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫൺ. നീർഷ വളരെ ശരിയാണ്. ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നം കൊണ്ട് എൻ്റെ കാലിൻ്റെ ഈ തള്ളവിരലിൻ്റെയും അതിൻ്റെ അപ്പുറത്തെ വിരലിൻ്റെ ഇടയിൽ ഒരു കാൽസിഫിക്കേഷൻ വന്നായിരുന്നു. അപ്പോൾ അതിവിടെ ഗൾഫിൽ നമ്മൾ സ്കാനിങ് ചെയ്തു, അതുപോലെ തന്നെ ഈ എക്കോ പോലത്തെ ഒരു ഇതിൽ ചെയ്തു. അപ്പോൾ അത് ഈ കാൽസിഫിക്കേഷൻ ആണെന്ന് കണ്ടു. എനിക്ക് സർജറിക്കാണ് അവർ എഴുതി തന്നത്. യൂറിക് ആസിഡ് ചെക്ക് ചെയ്തപ്പോൾ ആ യൂറിക് ആസിഡ് വളരെ നോർമൽ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ലെവൽ അനുസരിച്ച് 7 എന്നുള്ള കാറ്റഗറി മാറ്റിയിട്ട് ഒരു 6 ആക്കിയിട്ട്. ഗൾഫിൽ ഇത് 6 ലെവല്. ചില സ്ഥലത്ത് ചില ക്ലിനിക്കുകളിൽ അതെന്താണെന്ന് എനിക്കറിയില്ല വേരിയേഷൻ. ഈ 7 ആണ് ചിലതിൽ. ചില സമയത്ത് ചില ഇത് ഫാർമസികളിൽ നോക്കുമ്പോൾ ഗൾഫ് ഫാബ് എടുത്ത് നോക്കുമ്പോൾ അവർ 6.2 അങ്ങനെ ഒരു ഇതാണ് ലാസ്റ്റ് ഇത് കൊടുത്തേക്കുന്നത്. ഞാൻ എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഓർത്തോ ഡോക്ടർ പറഞ്ഞു അത് സർജറി തന്നെ ചെയ്യണം, സർജറി ചെയ്താൽ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് കളഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആയുർവേദിക്കിൻ്റെ അടുത്ത് പോയി ആയുർവേദിക്കിലുള്ള ഈ യൂറിക് ആസിഡുള്ള ചികിത്സ ചെയ്യാണ് ഞാൻ ചെയ്തത്. അത് പിന്നെ അങ്ങനെ മാറിപ്പോവുകയും ചെയ്തു. പിന്നെ ഇവിടെ വന്നിട്ട് LCHF ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് ഈ യൂറിക് ആസിഡിനെ പറ്റി കൂടുതൽ ഇങ്ങനെ അറിയുന്നതും ഈ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പിൾ സിഡാർ വിനിഗറിൽ ഈ ലെമൺ ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ നേരത്തെ സാറ് പറഞ്ഞ സെയിം തന്നെ ഇത് തന്നെയാണ് ഹബീബ് സാർ ഇവിടെ ആൾക്കാരോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഫൈസൽ കാരക്കുന്ന്. ഞാൻ ഡയറ്റിങ് തുടങ്ങാൻ കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ഇതിൽ ഓരോ ക്ലാസ്സുകൾ കേട്ടപ്പോൾ മറ്റു പല അസുഖങ്ങളും മാറുന്നൊക്കെ മനസ്സിലായി. യൂറിക് ആസിഡ് ഒരുപാട് കാലമായിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഡയറ്റിങ് തുടങ്ങിയ ഫസ്റ്റ് തന്നെ കുറച്ച് ദിവസം ബീഫ് ഇതെല്ലാം കഴിച്ചപ്പോൾ യൂറിക് ആസിഡ് കൂടി. അപ്പം അതിനുശേഷം ഇവർ പറഞ്ഞു പച്ചക്കറി
ആക്കിയിട്ട് ബീഫ് തൽക്കാലം ബീഫ് മട്ടനൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആ ലെവലിലാണ് പോകുന്നത്. ബീഫും പിന്നെ ഇടക്ക് മുട്ടയും പിന്നെ പച്ചക്കറിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഇപ്പോൾ യൂറിക് ആസിഡിന്റെ വേദന വന്ന് പെട്ടെന്ന് മാറി കിട്ടില്ല. അതിനൊരു 10-15 ദിവസം കൂടി പിടിക്കും. എന്തായാലും സാവധാനം മാറുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഇപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും വയറ് സ്തംഭനം, അതുപോലെ മലബന്ധത്തിനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ ദിവസം പിന്നെ ബാത്റൂമിൽ പോകേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം തൊട്ട് ഇന്ന് വരെ വളരെ ലൂസായിട്ടാണ് പോകുന്നത്. ലൂസായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടാണ് പോകുന്നത്. അത് 2-3 ടൈമായിട്ട് പോകുന്നുണ്ട്. ഒരു വയറിളക്കൊക്കെ പിടിച്ച അവസ്ഥയല്ല, അതുപോലെയാണുള്ളത്. അസ്സലാമു അലൈക്കും. വല്ലപ്പോഴൊക്കെ വെള്ളം കുടിക്കലും മസ്റ്റാണ്. കാരണം ഇൻസുലിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് വെള്ളം ശരീരത്തിൽ പിടിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഇൻസുലിൻ അടിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ തടിച്ച് ചീർത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ നിർത്തുകയോ അല്ലെങ്കിൽ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ള വെള്ളമൊക്കെ ക്ലിയർ ഓഫ് ആവും. അതായത് മൂത്രത്തിൽ കൂടെ പുറത്തോട്ട് പോരും. അപ്പോൾ മൂത്രമൊഴിച്ച് പൂതിയിരും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും. പെട്ടെന്ന് ഒരുപാട് മൂത്രമൊഴിക്കുമ്പോൾ അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ പിന്നെ അതൊരു ഫിസിയോളജിക്കലായിട്ടുള്ള കണ്ടീഷനും കൂടിയാണ്. കാരണം ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഫാറ്റിൻ്റെ ഒക്കെ ദഹിക്കുന്ന മെറ്റബോളൈറ്റുകളൊക്കെ ബ്ലഡിൽ, രക്തത്തിലും ഒക്കെ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ കൂടെ തന്നെ പോരുക. അപ്പോൾ ഒരു 4 ലിറ്റർ പ്ലസ് വെള്ളം കേരളത്തിലുള്ള ആൾക്കാർ തന്നെ കുടിക്കണം. അപ്പോൾ ഗൾഫിലുള്ളവരെ എത്ര കുടിക്കണം എന്നുള്ള ഞങ്ങൾ കണക്കൂട്ടിക്കോളും. പ്രത്യേകിച്ച് ചൂടുകാലത്ത് വെള്ളം കുടിക്കലിൽ ഉഴപ്പിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ യൂറിനറി ബ്ലാഡറിൽ, കിഡ്നിയിലൊക്കെ ചെറിയ സ്റ്റോൺ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഈ ഡയറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. കാരണം ഒരുപാട് പ്രോട്ടീൻ ചെല്ലുക അല്ലെങ്കിൽ ഫാറ്റ് ചെല്ലുക, അത് ശരീരത്തിന് മെറ്റബോളൈറ്റ് ആയിട്ട് പ്യൂരിൻസ് തിരിച്ചു വരുമ്പോൾ ഓക്സിലേറ്റ് എന്തൊക്കെ പാടായിട്ട് ഓക്സിലേറ്റ് അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോൺ ഉണ്ട്. അപ്പോൾ സ്റ്റോൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട, 1-2 ആൾക്കാർക്ക്, ഇപ്പോൾ അതിൽ 8300 ആൾക്കാരുണ്ട്, അതിൽ 1-2 ആൾക്കാർക്ക് സ്റ്റോൺ വന്നാൽ മതി. പക്ഷേ സൊസൈറ്റി അതാണ് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഹബീബ് സാർ തന്നെയാണ് നമ്മളെ എന്താ പറയുക, സാറൊന്ന് തിരക്കായിട്ടായിരിക്കും തോന്നുന്നു. ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്തതാണ്. ഹബീബ് സാറിൻ്റെ റിസർച്ച് സത്യം പറഞ്ഞാൽ ഡെപ്ത് പോയിട്ടുണ്ട്, ഭയങ്കര ഡെപ്തിലാണ് പോയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഡോക്ടർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സൊന്നും അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇയാളിങ്ങനെ പറയുമ്പോൾ ഒരു അത്ഭുതത്തോടു കൂടി ഇങ്ങനെ കേൾക്കും. കാലം കൊണ്ടൊക്കെ ശരിയായിരിക്കും. അതുപോലെ എനിക്ക് പിന്നെ ഇതിനെ കുറിച്ചിട്ട് വേറൊരു ഭയങ്കര രസകരമായ ഒരു കോമഡി ഉണ്ട്. അതായത് ഈ ഹൈ ഫാറ്റ് ഡയറ്റിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി പേപ്പേഴ്സൊക്കെ പഠിച്ചപ്പോൾ, അതായത് നമ്മളെ ഈ അലർജിക് പേഷ്യൻ്റ് ഇല്ലേ, സ്കിൻ അലർജി ഉള്ള പേഷ്യൻസിന് ഡെർമറ്റോളജിസ്റ്റുകൾ വെളിച്ചെണ്ണ, ബട്ടർ ഇതൊക്കെ കുടിക്കാൻ കൊടുക്കാൻ പറയും. അതായത് അവർ പറയുന്നത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ ഉള്ളത് അതിലാണ്. അപ്പോൾ വൈറ്റമിൻ എയും ഡിയും സപ്ലിമെന്റ് ചെയ്യാന്ന. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അലർജി അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റോറം പിഗ്മെന്റേഷനുള്ള ആൾക്കാരുണ്ടാവും ഈ തടി കൂടിയ ആൾക്കാരിൽ. ഈ LCH ഫോളോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അതിന് മോചനം കിട്ടിയിട്ടുണ്ടാവും. കാരണം അത് ഒരു ഡെർമറ്റോളജിസ്റ്റും മരുന്നുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അതൊക്കെ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒബേസിറ്റി അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു സിമ്പിൾ റെമഡിയാണിത്. അതായത് ഒരേ ഒരു റെമഡി. ഞാൻ ഡയറ്റിലേക്ക് വരാൻ വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ മുനീർ ഷാ. ഞാൻ ഈ ഡയറ്റിലേക്ക് വരാൻ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. ഒന്ന്, ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നിരുന്നാലും എൻ്റെ പിന്നെ ചെറുപ്പം മുതലുള്ള വെയിറ്റ്, ചെറുപ്പത്തിലെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം അധ്വാനിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം 36-37 വയസ്സായി. 37 വയസ്സ് ഫെബ്രുവരിയിലേക്ക്. അപ്പം ഈ അടുത്തായിട്ട് ഈ നമ്മളെ ഈ ഓവർ വെയിറ്റ് കൂടി ഒന്ന്
ബോഡി മാസ് ഇൻഡെക്സ് 30 ടച്ച് ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഒബേസിറ്റി ഉള്ള ആളാണ്. അതുവരെ ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെക്ക് ചെയ്യുന്നതുകൊണ്ടും ഇടയ്ക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ പോയി ജിമ്മിൽ ജോയിൻ ചെയ്യും. 2-3 ആഴ്ച പോവും, മടി പിടിച്ച് നിർത്തും, ആ പൈസ പോവും. എല്ലാ ജിമ്മ് ഓണേഴ്സിൻ്റെ മെയിൻ വരുമാനം നമ്മളെ പോലുള്ള ആൾക്കാരെ മടിയന്മാർ. അതായത് എക്സസൈസ് ചെയ്ത് ആ വെയിറ്റ് കുറക്കാനുള്ള ഒരു എന്താ പറയുക മസിൽ മാസ് കൂട്ടുന്നുള്ളതിലപ്പുറം വെയിറ്റ് കുറക്കാനുള്ള ചാൻസ് വളരെ കുറവ്. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ഹങ്കർ കൂടും, നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും. കാരണം നമ്മൾ എനർജി എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് കഴിക്കാൻ തോന്നും. അപ്പോഴും ഈ ഇൻസുലിൻ ഉണ്ടാക്കിയ ഗ്ലൈക്കോജൻ ടേൺഡ് ഫാറ്റ് അവിടെ തന്നെ കിടക്കും ഈ വിസറൽ ഓർഗൻസിൽ. അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ സ്റ്റെപ്സൊക്കെ കയറുമ്പോൾ ഭയങ്കര ഒരു പിടുത്തം വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി 40 വയസ്സാകുമ്പോഴത്തേനും ഒന്നുകിൽ എനിക്ക് എന്താ പറയുക കാർഡിയോവാസ്കുലർ ഡിസീസ് വരും, അല്ലെങ്കിൽ ഡയബറ്റീസ് വരും. പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്നുള്ളത് ഞാൻ വളരെ ആ ദുഃഖസത്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറക്കാൻ ഒരുപാട് ഓപ്ഷൻസ് കിട്ടി. ഞാൻ അതിൻ്റെ മുന്നേ 2006 85 കിലോന്ന് 68 കിലോ ഒക്കെ വെയിറ്റ് കുറച്ചിട്ടുണ്ട് പ്രകൃതി ചികിത്സ വഴി. പക്ഷെ ഒരിക്കലും നമുക്ക് ആ ഒരു സിസ്റ്റത്തിനോട് അഡ്ഹിയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം ഫുള്ളായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അതൊരു ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരിക്കലും അതിന് പറ്റില്ല. പക്ഷെ ഇത് ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, നോൺ വെജ് ഭക്ഷണങ്ങൾ തിന്നുകൊണ്ട് വെയിറ്റ് കുറക്കാനുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക നമുക്ക് ഡിപ്പെൻഡബിൾ ആണ് ഈ സിസ്റ്റം. പിന്നെ എല്ലാവരും അന്വേഷിക്കുന്ന പോലെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, അതായത് ലിപ്പിഡ് പ്രൊഫൈലിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ആകെ നോക്കാനുള്ളൂ. അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായിരുന്നത് ട്രൈഗ്ലിസറൈഡ് ലെവല് ഭയങ്കരമായിട്ട് കുറയുക ചെയ്യുന്നത്. 358 ഒക്കെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടായിരുന്ന ഞാനിപ്പോൾ 116 ആണ് എൻ്റെ ട്രൈഗ്ലിസറൈഡ് ലെവല്. അതുപോലെ ഗ്രേഡ് 1 ഫാറ്റി ലിവർ വിത്ത് ഹെപ്പാറ്റോമെഗലി ഒക്കെ ആയിരുന്നു. അത് റിവേഴ്സ് ചെയ്യാനാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. പ്ലസ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 69 കിലോഗ്രാം വെയിറ്റ് ആണ്. 171 ഉള്ളൂ എൻ്റെ ഹൈറ്റ്. അപ്പോൾ ഒരു 70 അറൗണ്ട് വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വേറൊരു വഴി എൻ്റെ മുന്നിലില്ല. ഒരു 6 മാസം കൊണ്ട് ഒരു 10-20 കിലോ വെയിറ്റ് കുറക്കാൻ വേറെ വഴികളൊന്നുമില്ല. വേറെ എന്ത് ചെയ്താലും നടക്കില്ല. കാരണം ഒബേസിറ്റി ഓൾറെഡി തടി കൂടിയ ഒരാളെ കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ജിമ്മിലാണെങ്കിലും ഇൻഡോർ ആണെങ്കിൽ എയറോബിക്സ് ആണെങ്കിലും സൂംബ ഡാൻസ് ആണെങ്കിലും ഒന്നും നടക്കില്ല. അപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒന്ന് ഡീപ്പായിട്ട് ഇറങ്ങാൻ വിചാരിച്ചത്. ഞാൻ ഇത്രത്തോളം നമ്മളവിടുത്തെ സിസ്റ്റം അനുവദിക്കൂല. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്ക് നമ്മളെ ഈ LCHF ഡയറ്റും ഒരു ഭാഗത്ത് എന്താ പറയുക അങ്ങനെ ഒരു റിസർച്ച് വരെ നടത്താൻ പറ്റും. പക്ഷെ ടൈം ബീങ് നമ്മളിവിടുത്തെ അതോറിറ്റി അതിന് സമ്മതിക്കില്ല. ഡയറ്ററി മോഡിഫിക്കേഷൻ പിന്നെ വേഴ്സസ് നമ്മളെ ഡ്രഗ് ട്രീറ്റഡ് ഒബേസിറ്റി അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡിയൊക്കെ നടത്താം. പക്ഷെ നമ്മളിവിടുത്തെ സിസ്റ്റം അതിന് സമ്മതിക്കില്ല. ആയുർവേദം അല്ലാത്തതുകൊണ്ട്, അതായത് നമ്മളെ ഹൈ ഫാറ്റ് ഫുഡൊക്കെ നോൺ വെജ് ആയതുകൊണ്ട് ആയുർവേദ സ്ട്രീമിൽ പോലും പറ്റില്ല. അപ്പോൾ കാലം കൊണ്ടൊക്കെ വരുമായിരിക്കും. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലൊക്കെ അങ്ങനത്തെ ശരിക്കും സയന്റിഫിക് ആയിട്ട് തന്നെ ഇവിടെ സ്റ്റഡി നടത്താൻ ആൾക്കാരൊക്കെ വരുമായിരിക്കും. ഒരു കാലം വരുമായിരിക്കും എന്തായാലും. കാരണം ഇൻസുലിൻ പ്രിപ്പറേഷൻസ് അത്രയും ഡേഞ്ചറസ് തന്നെയാണ്. ഒരു സൈഡിൽ നമ്മളെ ഈ റെഗുലർ ഇൻസുലിൻ എന്ന് പറയുന്ന റാപ്പിഡ് ആക്ടിങ് ഇൻസുലിനൊക്കെ അതുണ്ടാക്കുന്ന ഫസ്റ്റ് അഡ്വേഴ്സ് എഫക്ട് എന്താ പറയുക, ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഡേഞ്ചറസ് ഹൈപ്പോഗ്ലൈസിമിയ. അതായത് ബ്ലഡ് ഷുഗർ ലെവല് 400-500 ഡും നിറട്ട് 50 കണ്ടുവരും. 50 വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്ലഡിൽ തീരെ എന്താ പറയുക 15-35 ഒക്കെ ആയ പേഷ്യൻസിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. പ്ലസ് ലോങ് ടേമിൽ ഭയങ്കര ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്ററും കൂടിയാണ്. അതുകൊണ്ടാണ് ഇൻസുലിൻ അടിക്കുന്ന എല്ലാവരും ഇങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യന്റ് ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലിമിപ്രൈഡ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ, ഇൻസുലിൻ സെക്രീറ്റോസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഭയങ്കര ചീർത്ത് നിൽക്കുന്നത്. ചീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക പംകിൻ പോലത്തെ ശരീരമായിരിക്കും. ഭയങ്കര വാട്ടർ റിട്ടൻഷൻ ആയിരിക്കും. അതായത് ബോഡി കമ്പാർട്ട്മെന്റിൽ വാട്ടർ ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. ഈ ഫ്ലൂയിഡാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനും കാരണം. അപ്പോൾ അത് മൊത്തം കെട്ടുപണിഞ്ഞ് കിടക്കുന്ന കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ വൺസ് ഇൻസുലിൻ ലെവൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നേരെ താഴെ പോകും. എന്തൊക്കെ പോകും? ഡയബറ്റിക് സ്റ്റാറ്റസ്, ഷുഗർ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്, ഫോസ്പ്രാൻഡിയൽ കുറയും,
ഒരു 3 മാസം കഴിഞ്ഞെടുത്ത് നോക്കി കഴിഞ്ഞാൽ HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽ കുറയും. പിന്നെ ഇതിന്റെ എഫക്റ്റ് വരുന്നത് നമ്മളെ കാർഡിയോവാസ്കുലർ പ്രൊഫൈലാണ്. അതായത് ഹൈപ്പർ ടെൻഷൻ, BP ഒക്കെ റെഗുലർ ആവും. പിന്നെ ട്രൈഗ്ലിസറൈഡ് ലെവല്, ഗുഡ് കൊളസ്ട്രോൾ കൂടും, LDL കൊളസ്ട്രോൾ കുറയും. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു ബയോമാർക്കർ ഉണ്ട് നമ്മളെ. അത് എല്ലാ ലാബിലും ഒന്നും ഉണ്ടാവില്ല, കുറച്ച് എക്സ്പെൻസീവ്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ 700-800 റുപ്യ ആ ടെസ്റ്റിന് കോസ്റ്റ് വരും. ഇതിന്റെ പേര് ഹൈ സെൻസിറ്റീവ് C റിയാക്റ്റീവ് പ്രോട്ടീൻ, HCRP ലെവല്. അത് നമ്മളെ അതിനൊരു എന്താ പറയാ, അതാണ് നമ്മളെ ഈ രംഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ LCH ഫോളോ ചെയ്യുന്ന ആൾക്കാരെ CRP ലെവൽ വളരെ കുറഞ്ഞതായിട്ട് സയന്റിഫിക് റിപ്പോർട്ടുണ്ട്. ആകെ സയൻസ് മോഡേൺ മെഡിസിൻ നടത്തിയ പഠനം ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു കോറിലേഷൻ. ഇപ്പോൾ ഈ കുറച്ചും കൂടിയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളൊക്കെ ഒരാൾക്ക് പിന്നെ കാർഡിയോവാസ്കുലർ അറ്റാക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അളക്കുന്ന ഒരു ബയോമാർക്കറും കൂടിയാണിത്, HCRP എന്ന് പറഞ്ഞിട്ടുള്ളത്. പറയാൻ പറ്റില്ല, ഇപ്പത്തുള്ള അവൈലബിൾ ആയിട്ടുള്ളതാണ്. കുറച്ച് കഴിഞ്ഞാലൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ വരുമായിരിക്കും. എന്തായാലും ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ മാത്രമാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ അനുഭവിക്കുന്ന ഒരു ഈ ആരോഗ്യ സൗഖ്യം എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട്. ഈ ലാബിലുണ്ടാകുന്ന റിസൾട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലുള്ളതാണ്, മറ്റേത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതല്ലേ. എന്തായാലും ഞാൻ നോമ്പ് ഒരു 5-ന് ശേഷമാണ് LCH സ്റ്റാർട്ട് ചെയ്തത്. ഒരു 90% ഞാൻ അതിനോട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. 10% ഞാൻ ചീറ്റ് ചെയ്യുന്നുണ്ട്, നോമ്പല്ലേ. പക്ഷെ എൻ്റെ ബോഡി വെയിറ്റ് 8 kg കുറഞ്ഞു. 96-ന്ന് എത്ര 88 ആയി. ഇനി ഒരു വലിയൊരു നാൾ വരെ എന്തായാലും ഞാൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ വളരെ ഉപകാരമായിരിക്കും. മുനീർ ഷാ, നല്ലൊരു റിപ്ലൈ ആണ് താങ്കൾ അയച്ചത്. പിന്നെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഞാൻ ഈ വൈദ്യരംഗത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്ത ഒരാളാണ്. ഞാൻ മീഡിയ പേഴ്സണാണ്, അതുകൊണ്ട് തന്നെ എനിക്കതിനെ കുറിച്ചൊന്നും വലിയൊരു ബോധമില്ല. പിന്നെ ഇതുപോലെ ഇപ്പം ഹബീബ് സാറിൻ്റെ ക്ലാസ്സുകളും പിന്നെ സ്വന്തമായി പറഞ്ഞ പോലെ യൂട്യൂബിൽ അവിടുന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കണം. പക്ഷെ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു ആധികാരികത വേണ്ട, അതിനു വേണ്ടി മാത്രമാണ്. പിന്നെ അപ്പോൾ ഏതായാലും താങ്കളെ അയച്ച മറുപടിക്ക് വളരെയധികം നന്ദി. ഞാൻ എന്താ പറയുക, ഞാൻ എന്നെ സ്വന്തം പരിചയപ്പെടുത്താം. ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഫാർമക്കോളജി ലെക്ചറാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേറ്റ് പ്രൊഫസർ, ഒരു ബാംഗ്ലൂർ സ്വദേശിയായ ഡോക്ടർ, അദ്ദേഹം എന്നോട് 2017 നവംബർ മുതൽ അദ്ദേഹം ഈ ഡയറ്റിനെ കുറിച്ച് ഒരുപാട് റോബർട്ട് ലെസ്റ്റിക്കിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു എന്താ പറയുക, ഒരു കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോജനിക് അല്ലെങ്കിൽ LCHF എന്ന് പറയുന്ന ഡയറ്റ്, ഹൈ ഫാറ്റ് ലോ ഗ്ലൂക്കോസ് ഡയറ്റ്, ലോ കാർബ് ഡയറ്റ്, ഭയങ്കര എന്താ പറയുക വെയിറ്റ് ഗെയിൻ കുറക്കാൻ, അതായത് വെയിറ്റ് റിഡക്ഷന് ഭയങ്കര എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ പുള്ളി തന്നെ ഭയങ്കര ഒരു തീറ്റക്കുതിയനായിരുന്നു. 95 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് 3-4 മാസം കൊണ്ട് 78 കിലോ 77 കിലോ ആക്കി പുള്ളി പ്രൂവ് ചെയ്തതെന്നാണ്. അയാൾ എന്നിട്ട് ബാംഗ്ലൂർ അയാളിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ഇൻ ദ സെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ബാംഗ്ലൂർ ഭയങ്കര ഹൈ പ്രൊഫൈൽ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. നല്ലൊരു പോഷ് ഏരിയയിൽ താമസിക്കുന്നതാണ്. വൈഫ് ഒരു ഡോക്ടറാണ്. അവർക്കൊരു ക്ലിനിക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾക്കൊരു 10-15 പേഷ്യൻ്റ് ഉണ്ട്. ഓരോ പേഷ്യൻ്റെ അടുത്ത് നിന്നും ഒരു സിറ്റിങ്ങിന് നല്ല പൈസയും വാങ്ങിക്കുന്നുണ്ട്, 1000 രൂപ. അതായത് 2-3 മണിക്കൂറാണ് ഇവർ കൗൺസിലിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ് പേഷ്യൻസ് ആയിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അഡ്വൈസ് തേടുമ്പോൾ അതിൻ്റെ ഒരു വില ഉണ്ടാവുമല്ലോ. ഇത് നമ്മളെ നാട്ടിൽ പല ആൾക്കാരോടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, അതുകൊണ്ട് ആരും അതിനെ മൈൻഡ് ചെയ്യൂല. അലോപ്പതിയിൽ വളരെ കുറച്ചെങ്കിലും ആൾക്കാർ ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ കൺസെപ്റ്റ് ഒരു പുതുമയുള്ള കാര്യമായതുകൊണ്ട് ക്ലിനീഷ്യൻസ് സാധാരണഗതിയിൽ
സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ കൊളീഗ് എന്ന് പറഞ്ഞാൽ ഫാർമക്കോളജിയിൽ MD ക്വാളിഫൈ ചെയ്ത ആളാണ്. അപ്പോൾ അയാൾക്ക് നന്നായിട്ട് അറിയാം ഡയബറ്റിക് മെഡിസിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രിപ്പറേഷൻസ് എത്രത്തോളം പ്രശ്നക്കാരാണെന്നുള്ളത്. അപ്പോൾ ഈ ഡോക്ടർക്ക് തന്നെ ആദ്യം ഒരു പ്രാവശ്യം 2015-16 കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്തിട്ട് മറ്റേ എന്താ പറയുക കിഡ്നി സ്റ്റോൺ അടിച്ചു. അപ്പോൾ പുള്ളി സ്വന്തം ക്ലിനിക്കൽ ട്രയൽ നടത്തിയതാണ്. കീറ്റോ ഡയറ്റിനേക്കാളും സുപ്പീരിയർ LCHF ആണെന്നുള്ള പ്രൂവ് ചെയ്ത്. എന്നിട്ട് ഓരോ 2 മാസം കൂടുമ്പോഴും അബ്ഡോമിനൽ സ്കാനിങ് USG ഒക്കെ ചെയ്ത് നോക്കും കിഡ്നി സ്റ്റോണൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ എല്ലാവരുടെ അടുത്തും ഇതിൽ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഈ ഫാറ്റിൻ്റെ മെറ്റബോളൈറ്റ്സ് അത് വെള്ളം കൂടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോണായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് നമ്മൾ എന്താ പറയുക, ഒരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർക്കെങ്കിലും അബദ്ധം കൊണ്ട് അങ്ങനെ സ്റ്റോണൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വിമർശകർ ആദ്യം പിടിക്കുകയും വേണം, കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ LCHF ഭയങ്കര പ്രശ്നമാണ്, സ്റ്റോൺ വരും എന്നുള്ളത്. സ്റ്റോൺ വരുന്ന അതിൻ്റെ ഒരു നോൺ അറിഞ്ഞ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അതിനെ സബ്സൈഡ് ചെയ്യാനാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ വെള്ളം കുടിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. സർ, PhDക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒരു വളരെ എന്താ പറയുക ഡിസിപ്ലിൻ അല്ലാതെ ജീവിച്ച് ഒരു സ്റ്റേജിലെത്തിയപ്പോൾ അവസാനം അതിൻ്റെ എൻഡ് ഒരു ഹാർട്ട് അറ്റാക്കിലോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് അറ്റാക്കിലോ ആയിരിക്കും. ഡയബറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കും. ഹോസ്പിറ്റൽ എമർജൻസിയിൽ എത്തുമ്പോഴായിരിക്കും ഡയബറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മളെ മുന്നിലുള്ള ഓപ്ഷന് ഇവിടെ ഉള്ള ഡയബറ്റീസ് ഗുളികകളാണെങ്കിലും സ്റ്റാറ്റിൻ മരുന്നുകളാണെങ്കിലും എക്കോസ്പിരിൻ, ആസ്പിരിൻ, ക്ലോഫിഡോഗ്രൽ ആണെങ്കിലും അതൊക്കെ ലൈഫ് സേവിങ് ഡ്രഗ്സ് തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. കാരണം ഓരോ അലോപ്പതി ഡോക്ടറും നമ്മളെ വിളിച്ചു വരുത്തി അങ്ങോട്ട് ചെല്ലുന്നില്ല. നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ മോശം കൊണ്ട് നമ്മളവിടെ എത്തിപ്പെടുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അലോപ്പതിയിൽ ഈ അവസ്ഥകളൊന്നും റിവേഴ്സ് ചെയ്യാനുള്ള ഒന്നുമില്ല. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയത് നമ്മളായിട്ട് തന്നെ തിരിച്ചുകൊണ്ടിരണം. അതിന് മരുന്നുകൾക്ക് പറ്റൂല. റിവേഴ്സ് ചെയ്യാനുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ചികിത്സാ വിധി ഇതുവരെയായിട്ട് അലോപ്പതിയിൽ കണ്ടുപിടിക്കപ്പെട്ടില്ല. അതൊരു വാസ്തവമാണ്. പക്ഷെ അലോപ്പതി മെഡിസിൻ ലൈഫ് സേവിങ് ഡ്രഗ്സ് ആണ്, അതിലാർക്കും ഡൗട്ടില്ല. കാരണം ഒരു എന്താ പറയുക ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ LCHF എടുത്തിട്ടൊന്നും പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കിന് തടയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിലിപ്പോൾ ഉള്ള 8000 ആൾക്കാരും പിന്നെന്താ പറയാ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഒബേസിറ്റി വന്നവരോ അല്ലെങ്കിൽ ഡയബറ്റിക് ആയ ആൾക്കാരല്ലല്ലോ. നമ്മളെ പോക്കൃത്തരം കൊണ്ട് നമ്മളെ എന്താ പറയാ സോഷ്യൽ എക്കണോമിക്കൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അത് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ബാധിച്ച് നമ്മളെ എന്താ പറയുക ശീലങ്ങളൊക്കെ മാറിപ്പോയി, അധ്വാനം ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ ഒരു കാര്യം ശരിയാണ്, അലോപ്പതിയിലും പറയുന്നത് തന്നെയാണ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഡയബറ്റീസ് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും കൺട്രോൾ ചെയ്യുക. ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, രണ്ടാമത് എക്സസൈസ്, മൂന്നാമതാണ് മെഡിസിൻ പറയുന്നുള്ളൂ. എത്തിക്സ് ഉള്ള ഡോക്ടർമാരും ഫസ്റ്റ് 2 ട്രൈ ചെയ്തിട്ട് പിന്നെന്താ പറയാ ഡ്രഗ്സിലേക്ക് തിരിയുള്ളൂ. പക്ഷെ ആര് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നു, ആര് എക്സസൈസ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ഒറ്റ ചോയ്സ് ഉള്ളൂ മെഡിസിന്. പിന്നെ മെഡിസിനെ കുറച്ചൊരു അവയർനെസ് ഉള്ള ആൾക്കാരാണ് ആയതുകൊണ്ടല്ല ഇത്രയും ആൾക്കാര് ഇതിന് പിന്നാലെ നടക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, നമ്മൾ ആരാ നടക്കാറുള്ളത്. എല്ലാവരും ഏറ്റവും ചുരുങ്ങിയ സാധാരണക്കാർ ഓട്ടോറിക്ഷനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എത്രയോ വർഷമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഫിലിമൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റില് പിന്നെന്താ പറയാ ഒരു പീസ് ഇറച്ചിയും കുറച്ച് സാലാഡും കഴിക്കുക. നമ്മള് വയറിറച്ചി ഭക്ഷണം കഴിക്കുന്ന അത്തരത്തിൽ നമ്മളെ ഈ സാമൂഹിക പശ്ചാത്തലം മാറിയോണ്ടാണ്. ഹലോ, റഫീഖ് റഷീദ് സർ. LCHF എന്ന് പറഞ്ഞ ടേം നമുക്ക് മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ഞാനിതിന് മറുപടി പറയാൻ ഇതിൽ ഓതന്റിക് ആയിട്ടുള്ള ആരുമല്ല. എൻ്റെ ഒരു പരിമിതമായ വൈദ്യശാസ്ത്രത്തിലുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ഇൻസുലിൻ പ്രിപ്പറേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻസുലിൻ പ്രിപ്പറേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ LCHF ഉണ്ടായേക്കാവുന്ന സൈഡ് എഫക്റ്റുകൾ എന്തായാലും ജസ്റ്റ് എന്താ പറയാ വളരെ ചെറുതായിരിക്കും. കാരണം ഇൻസുലിൻ ആണ്
പ്രശ്നം. ഇൻസുലിൻ സെക്രീറ്റഗോക്സ് ആണെങ്കിലും ഡയറക്റ്റ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആണെങ്കിലും നമ്മൾ കൂടുതൽ ഫ്രക്ടോസ് കഴിച്ചിട്ട് ശരീരത്തിൽ സ്വന്തം ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കി പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുകയാണെങ്കിലും ഇൻസുലിനാണ് വില്ലൻ. കാരണം ഞാനൊരു ഫാർമസിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്. ഡയബറ്റീസിനെയും കൊളസ്ട്രോളിനെയും കുറിച്ച് എൻ്റെ PhD സബ്ജക്റ്റ് അതാണ്. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ PhD ടോപ്പിക് തരുമ്പോഴാണ് ഈ ഫ്രക്ടോസ് ഇൻഡ്യൂസ്ഡ് ഒബേസിറ്റി അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഏരിയ പഠിച്ചത്. അതുകൊണ്ടാണ് ഹബീബ് സാറിന്റെ ഒരു ഒരൊറ്റ സ്പീച്ച് കൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ 100ഓളം സയന്റിഫിക് ജേർണലാണ് എങ്ങനെയാണ് ഈ ഫ്രക്ടോസ് കൊണ്ട് പിന്നെ ഒബേസിറ്റി ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 മാസം 100ഓളം ജേർണലോളം പഠിച്ചിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് തലയിൽ കയറ്റിയത്. അതുകൊണ്ട് തന്നെ ഹബീബ് സാറിന്റെ ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ക്ലിക്കായി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സാറൊരു ഭയങ്കര സംഭവം. കാരണം ഒരു ജീവശാസ്ത്രപരമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാള് ഇത്രയൊരു സബ്ജക്ട് ഡീപ്പായിട്ട് പഠിച്ചെടുക്കാറുണ്ട്. അത് സാറിന്റെ ഒരു ആവശ്യത്തിന് ഇൻസുലിൻ അടിച്ചാലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ആവുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് സാറ് പഠിച്ചെടുത്തത്. പക്ഷെ ഇൻസുലിനേക്കാളും എന്തായാലും ഡേഞ്ചറസ് ആവില്ല ഈ LCHF. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ പ്രോട്ടീൻ അധികമുള്ള ചിക്കൻ അതുപോലെ എഗ്ഗിന്റെ എണ്ണം, നമ്പർ ഓഫ് എഗ്സ്, ഈ ജിമ്മൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ 8ഉം 10ഉം ഒക്കെ എഗ്ഗ് കഴിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്താൽ മതി. ഏറ്റവും ഈ പറഞ്ഞ പോലെ സാറിന്റെ ആ പ്രൊപ്പോർഷൻ 70% ഫാറ്റ്, 20 to 25% പ്രോട്ടീന്, ലെസ് ദാൻ 5% കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ആ 30% മോൾക്ക് പ്രോട്ടീൻ കയറി പോകരുത്. അതാണ് പ്രശ്നം. അത് കിഡ്നിക്ക് ലോഡ് കൂട്ടും. അതൊരു വാസ്തവമാണ്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ്, അലോപ്പതി ഡോക്ടേഴ്സ് ഒക്കെ ഇതിനെ കൗണ്ടർ ചെയ്യാം. കിഡ്നിക്ക് ലോഡ് കൂടൂല എന്ന്. സത്യം പറഞ്ഞാൽ ഫാറ്റും കിഡ്നിയും കൂടി ഡയറക്റ്റ് ബന്ധമില്ല. പക്ഷെ ചിക്കൻ പോലെയുള്ള നോൺ വെജ്, ഈ നമ്മള് പലരും അറിയാതെ ചിക്കന് ബീഫിനോട് തുല്യമായിട്ട് ചിക്കനും കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ചിക്കൻ, പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനൊക്കെ പ്രോട്ടീനാണ് അതിൽ കൂടുതൽ. അതുപോലെ എഗ്ഗിന്റെ എണ്ണം കൂടുമ്പോൾ എഗ്ഗ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. അതർവൈസ് കുഴപ്പമൊന്നുമില്ല. എന്തായാലും 20-30 വർഷമൊക്കെ ആയിട്ട് ഇൻസുലിനും അല്ലെങ്കിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്ന ഗുളികകളൊക്കെ കഴിച്ച് പിന്നെ എന്നോട് പറഞ്ഞു ഇതിന്റെ സൈഡ് എഫക്ട്, ആഫ്റ്റർ എഫക്ട് എന്താന്ന് പറയാനായിട്ടില്ല. കാരണം ഇത് 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ മാക്സിമം ആയിട്ടുള്ളൂ LCHF പ്രചാരത്തിൽ വന്നിട്ട്. അതുകൊണ്ട് ഇതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതിന്റെ എന്താ പറയാ സൈഡ് എഫക്ട്സ് എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വർഷങ്ങൾ കഴിയണം. അപ്പൊ അതുകൊണ്ട് ഇപ്പം നല്ലൊരു സുഖമൊക്കെ തോന്നിയെങ്കിലും പിന്നീടാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക, ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഈ LCHF എന്ന് പറഞ്ഞ ഈ പദം കണ്ടുപിടിച്ചത് 2002 ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഇപ്പൊ ഇത് ശരിക്കും ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ എങ്ങനെയാണ് അയാൾക്ക് മറുപടി ഞാൻ കൊടുക്കുക? LCHFല് ഫുഡ് വളരെ സിമ്പിളാണ്. കൊഴുപ്പുള്ളത് ഒക്കെ കഴിക്കാം, കാർബോഹൈഡ്രേറ്റ് ഉള്ളതും മധുരമുള്ളതും ഒക്കെ ഒഴിവാക്കാം. ഈ സിമ്പിൾ ലോജിക്ക് മാത്രമുള്ളതിൽ വെള്ളം ധാരാളം കുടിക്കുക, പിന്നെ വിത്ത് പറ്റുമോ, നെട്ട് പറ്റുമോ, അത് പറ്റുമോ, ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഇടയ്ക്ക് ഇപ്പൊ സാധാരണ ജീവിതത്തിൽ നമ്മൾ നെട്സൊക്കെ എത്ര ഉപയോഗിക്കുന്നുണ്ട്, അതേ രൂപത്തിലൊക്കെ തന്നെ ഇതിനും ഉപയോഗിക്കാം. അല്ല നെട്സ് പള്ളാർച്ച് നെട്സ് കഴിക്കുന്നതല്ലോ. നമ്മളിപ്പോ ഇതില് സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കുറവാണ് ഭക്ഷണം കഴിക്കുന്നത്. 4 or 5 കഷ്ണം ഇറച്ചി ഉണ്ടെങ്കിലും മതിയായി, 1 കഷ്ണം മീനുണ്ടെങ്കിലും മതിയായി, 3 കഷ്ണം അയില അല്ലെങ്കിൽ 3 അയിലൊക്കെ അങ്ങനെ പിന്നെ ഒരു 2 പാത്രം ചോറിൻ്റെ ഒപ്പം വെട്ടി വിഴുങ്ങിയിരുന്ന ആൾക്കാർക്ക് 1 കഷ്ണം അയില ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ മതിയായി, ധാരാളം. അതാണ് അവസ്ഥ. പിന്നെ അതിൻ്റെ കൂടെ പുണ്ണാക്കിയിട്ട് കേക്ക്, പിന്നെ ചിയാ സീഡ്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അത് കഴിക്കാൻ പറ്റുമോ, ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതാണ്. ചെരങ്ങ, കുമ്പളങ്ങ, പടവലം അതുകളൊക്കെ കഴിക്കാം. ചിരങ്ങ കഴിക്കാന്ന് ഒരാൾ കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചും ചിരക്ക കഴിക്കാൻ പറ്റും. ചിരക്കാന്ന് എവിടെയും പറച്ചിലില്ല, ചുരക്കാന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഓരോന്നിനും ഇതിന്റെ സിമ്പിൾ ലോജിക്ക് അന്നജം, കാർബോഹൈഡ്രേറ്റ്, മധുരം, പിന്നെ ഇതുകളൊക്കെ ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക, പയർവർഗ്ഗങ്ങൾ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് പുതുതായിട്ട് വന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ കുങ്കുമം അഥവാ സാഫ്രോൺ എന്ന് പറയപ്പെടുന്നത്, അതിന്റെ യഥാർത്ഥ കുങ്കുമം എന്ന് പറഞ്ഞാൽ റിച്ച് ആന്റി ഓക്സിഡന്റാണ്. നമ്മളെ ഈ ഫ്രീ റാഡിക്കൽസിനൊക്കെ സ്കാവൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. പക്ഷേ ഇതിന്റെ ഒരു അതിന്റെ ഒരു എന്താ പറയുക, ഈ സാഫ്രോണിന്റെ യഥാർത്ഥ വിലയും നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പെട്ടിയിലുള്ള സാഫ്രോണിന്റെ വിലയും കൂടി തമ്മിൽ ഭയങ്കരമായിട്ട് അന്തരമുണ്ട്. അതായത് ആ പൈസക്ക് ഒരിക്കലും സാഫ്രോണ് ഒരു ദുബായിൽ നിന്നും കിട്ടൂല, ഒറിജിനൽ സാഫ്രോൺ. എനിക്ക് തോന്നുന്നു കാശ്മീരിൽ അതുപോലെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പെട്ട ഭാഗങ്ങളിലാണ് സാഫ്രോൺ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാഫ്രോൺ ഈ പറഞ്ഞ ഒരു 10-30 റിയാലിനോ ദിർഹംസിനോ പിന്നെ ഒരിക്കലും കൊമേഴ്ഷ്യലി വയബിൾ അല്ല, എത്ര ചെറിയ വെയിറ്റുള്ള സാധനമാണെന്നുണ്ടെങ്കിലും. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു നാട്ടു നടക്കുന്ന പോലെ സാഫ്രോൺ പാലിലിട്ട് കുടിക്കുന്നു, മറ്റൊരിടത്തിട്ട് കലക്കുന്നു, ബദാമും സാഫ്രോണും കൂടി ഇട്ട് കലക്കി കുടിക്കുന്നു. അപ്പോൾ ഈ ബദാമിന്റെയും പാലിന്റെയും ഒരു നന്മ കൊണ്ട് മുഖമൊക്കെ ഒന്നുമില്ലെങ്കിൽ കുട്ടിയുടെതില്ലെങ്കിലും അമ്മയുടെതെങ്കിലും മുഖം ചുവന്ന് കൊടുക്കും. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. പിന്നെ ബദാമൊക്കെ നല്ലതാണ് ആ ഒരു അർത്ഥത്തിൽ, അതും പ്രോട്ടീനും ആന്റി ഓക്സിഡന്റും ഒക്കെയാണ്. ഇപ്പോൾ സാഫ്രോൺ എന്നാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാഫ്രോൺ ഉപയോഗിക്കുന്നത് ഗൾഫ് മലയാളികളായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയിൽ കേരളക്കാർ മാത്രമാണ്. കാരണം ഈ എയർപോർട്ട് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും ഇത് പിടിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ആൾക്കാർ ഈവൻ ഡൽഹിയിൽ നിന്നാണെങ്കിൽ അവർ മലയാളികൾ കേരളമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊരു ഗൾഫിൽ നിന്ന് ഒരു ഡിമാൻഡോട് കൂടി കൊണ്ടുവരുന്ന ഒരു സാധനം ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലോ, 2-3 കുട്ടികളൊക്കെ അല്ല മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ ഉള്ളവർ കൊടുത്തോട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും അതിനെ കുറിച്ചിട്ട് കൺസേൺഡ് ആണ്. ഞാൻ ആരെയും അഭിമാനത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അതാണ് വാസ്തവം. സാഫ്രോണിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് സയന്റിഫിക്കലി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്ര ആന്റി ഓക്സിഡന്റ് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന വേറെ കുറെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഇത്രയും വില കൂടിയ ആന്റി ഓക്സിഡന്റ് തന്നെ കൊണ്ടുവരണമെന്നില്ല. അപ്പോൾ ഒരു ചീപ്പർ ഓൾട്ടർനേറ്റീവ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഇത്രയും വിലയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണ്ട. കാരണം നമ്മള് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പല സാഫ്രോണും അതിന്റെ അതിന്റെ ചപ്പ് പതിര് പോലത്തെ സാധനത്തിൽ കളർ ഇട്ട് മുക്കിയിട്ടാണ് വരുന്നത്, അല്ലാതെ ഒറിജിനൽ സാഫ്രോൺ ഒന്നുമല്ല. ഇപ്പൊ നെല്ലിന്റെ പതിര് നെല്ലുണ്ടാവില്ലേ, അതുപോലെ. അപ്പോ അതിന്റെ ക്വാളിറ്റി നമ്മളെ കൊണ്ടുവരുന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാഫ്രോണിന്റെ ക്വാളിറ്റി ക്വസ്റ്റ്യനബിൾ ആണ്. ഇനിയിപ്പോ നമ്പർ 1 ക്വാളിറ്റി ആണെങ്കിൽ പോലും പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ഇത്രയും വില കൂടി ആന്റി ഓക്സിഡന്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇല്ല. അത് പല സോഴ്സുകൾ നമ്മളെ മുന്നിലുള്ള സോഴ്സുകൾ നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാശ്മീരിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനം ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് ഇനിയിപ്പോ